ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ പോകുന്നു? ഇന്ന് നമ്മൾ കുറച്ച് സൗണ്ട് ചെക്ക് വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി ഉള്ളവരൊക്കെ പല പല വണ്ടികളിലായിട്ട് കയറിപ്പോയി. എല്ലാവരും ഒരു ഉറക്കപ്പിച്ചാണ്. ഇവിടെ രാവിലെ 8 മണിക്ക് റെഡി ആവണമെന്ന് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 9 മണിയായി ആസ് യൂഷ്വൽ. ബെൽറ്റ് ഇന്നാണ് നമ്മളെ പരിപാടി ദിവസം വരുന്നത്. ഇന്നേതാ ദിവസം ഇന്നെന്താ ഡേറ്റ്? ഒക്ടോബർ 31. അപ്പോൾ രാവിലെ നമുക്ക് സൗണ്ട് ചെക്ക് ഉണ്ട്. സൗണ്ട് ചെക്ക് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടാണ് പരിപാടി. 3 മണിക്ക്. നമ്മൾ ഇവന്റ് ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കുറച്ച് വലുതല്ലേ? അത്യാവശ്യം നല്ല വലുതാണ്. നമുക്ക് പേഴ്സണലി ഒരു ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ഷോ ആണല്ലേ ഇത്. ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഖത്തർ. ഇതിൻ്റെ അറൗണ്ട് ഒരു 15,000 to 20,000 ക്രൗഡിനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓ, ഇത് ഭയങ്കര വലുതാട്ടോ. പേടിയാണോ? തരികണ തകജണു. ഈ ബാഗ് എടുക്കണോ? മുഖ്യൻ വന്നിരിക്കണോ? മുഖ്യമന്ത്രി പോയല്ലേ വന്നിട്ട്? അപ്പോൾ ഇന്നലെ ഇതേ ലൊക്കേഷനിൽ നമ്മുടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ടേനു. ഖത്തർ സന്ദർശിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംസ്കൃതിയുടെ അഭിവാദ്യങ്ങൾ. നല്ല വെയിലാട്ടോ. VIP സീറ്റിംഗ് ഉണ്ടല്ലേ? അതാണ് വേണ്ടത്. എടാ ഇങ്ങോട്ട് വേടാ, ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് അങ്ങോട്ട് ഇതിലെ കൂടെ പൊക്കൂടാ. ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഖത്തർ. Very big. ഇല്ല, നമ്മൾ വീട്ടിലില്ലാത്തോണ്ട് ഞാൻ വീട്ടിലില്ലാത്തോണ്ട് വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ ഓർഡർ വിചാരിച്ചു. ഫണ്ട് തിരിച്ച് കയറി ഷോപ്പിക്ക്. നമ്മൾ ഫ്രണ്ടിൽ ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ ഓർഡർ വിചാരിച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കുക. എന്താ ചുമന്ന കളറ്? എൻ്റെ പ്രിയതമൻ സമ്മാനിച്ച പ്രിയതമയ്ക്ക് വേണ്ടി പഠിക്കണേ ഉള്ളൂ. പോലീസ് പിടിക്കും. ഇവിടെ മുട്ടിന് മേലോട്ടുള്ളതൊന്നും ഇടാൻ പാടില്ല എന്നറിയില്ലേ? അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ ഇറങ്ങി, വണ്ടി കയറി അവിടെ നിന്ന് ഇറങ്ങണേന് പാട്ടടി കണ്ടിച്ച് ബാക്ക്ഗ്രൗണ്ട് പാടാം. അങ്ങനെ പാടില്ല. അങ്ങനെ പാടിയാൽ പൊളിക്കും. ഈ എന്താ എൻ്റെ ലിപ് കെയർ എന്താ? ഞാൻ ആക്ച്വലി ചോദിക്കട്ടോ, നല്ല ചുമന്നിരിക്കണം മാത്രല്ല.
പ്ലീസ്. ഓ ആ ഹായ്, ഹലോ. എണീറ്റു. അഫിയോ വന്നിട്ടില്ല. അഫിയ നാട്ടില്ല. ഒരു വീഡിയോ Thank you Qatar for this opportunity. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫാത്തിമാൻ്റെ വ്ളോഗിൽ ആദ്യമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഫാത്തിമാൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഖത്തർ നമുക്ക് ഇങ്ങനത്തെ ഒരു വേദി തന്നതിൽ നമ്മൾ അതിയായ സന്തോഷമാണ്. ട്രെയിലർ പാടിക്കൊടുത്താ. നമ്മളെ മെയിൻ ഗായകനാണ് ജസീം. ബാക്കി കേൾക്കണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ജസീമിനോട് എന്താ വെച്ചാല് ജസീമിനോട് പാടാൻ വേണം, അപ്പൊ പാടും. ഇതില്ലല്ലേ എന്താ ചെയ്യണേ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ വരാനായിട്ട്. ഇങ്ങനെ വേണ്ട, അത് ചിലപ്പോ കിട്ടും പറഞ്ഞെടുത്താല്. അപ്പൊ എന്റെ പാട്ട് കേൾക്കണ എല്ലാരും ഖത്തറിലെ ഐഡിയൽ സ്കൂളിൽ വരാം. യൂട്യൂബ് 25% അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി. മാനേജർ ഫുൾ പേയ്മെന്റ് ആണ്. പൈസ കൊടുത്താൽ എന്ത് ചെയ്യും. അപ്പോൾ ഇതിന്റെ പാട്ടൊക്കെ എല്ലാവരും ഇന്ന് ഐഡിയൽ സ്കൂളിലേക്ക് വരിക. അപ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. അടിപൊളി ഇൻഷാ അല്ലാഹ്. അതിനോടൊപ്പം തന്നെ അർഷിയുടെ തീറ്റ മത്സരം കാണാം. നല്ല വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി. നല്ല വാക്കുകളാ. അത് അവിടെ ഇങ്ങനെ ബാക്ക് ക്യാമറ ഒക്കെ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മതി. മറ്റേ ബട്ടൺ ഇങ്ങോട്ടുണ്ടാ കാണിച്ചു തരാം. ഇങ്ങോട്ടുണ്ടാ കാണിച്ചു തന്നിട്ട് എടുത്താൽ മതി. ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ രണ്ട് നല്ല വാക്കുകൾ പറയാനാണ്. നാല് പുഷ്പം, പൂച്ച, പട്ടി വേണ്ടല്ലേ. 4 നല്ല വാക്ക് പറയാൻ പറഞ്ഞു. ഞാൻ എന്നെ പറ്റി പറഞ്ഞു 4 നല്ല വാക്ക്. 4 പറയാനില്ല. നമ്മളെ പറ്റി പറയണ ആക്ഷൻസ് ആണ് നമ്മളെ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര ഒരു ക്യൂട്ട്നെസ്. ഇങ്ങനെ ഇവിടെ എത്തിണ്ടാവുള്ളൂ. എന്തെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. അതിനാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണത്. നിലത്തുണ്ടായി നേരത്തോട്ട് ചെയ്തിട്ട് വീണുപോയി. ഫോൺ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ ഉപകാരം. നിങ്ങൾക്കുണ്ടോ ഈ ടെക്നോളജി? ഇല്ലല്ലോ. അതന്നെ ഫാത്തിമ എന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ട് പാടാൻ. ഞങ്ങളെ ബാൻഡിലെ ശ്രേയ ഘോഷലാണ് ഗൈസ്. ഞങ്ങളെ ബാൻഡിലെ ഫാത്തിമ എന്ന് പറഞ്ഞാൽ
ഫാത്തിമ നിങ്ങൾ ആൾക്കാർ വിചാരിക്കുന്നതൊക്കെ നമ്മൾ പറയണം, ഇതൊക്കെ ഫാത്തിമ പറയാണ്. ഫാത്തിമയോട് പറയേ അങ്ങനത്തെ ഒരു ഡയലോഗിന് വ്ളോഗ് എടുക്കുന്നതിന്റെ മുന്നേ നമ്മളോട് പറയും ഇങ്ങനെ ഇങ്ങനെ പറയണം, അങ്ങനെ എങ്ങനെയാണ് പറയുന്നത്. ഇനി നമ്മളടുത്തില്ല പറഞ്ഞാൽ ഫാത്തിമ അങ്ങനെ ചെയ്തില്ല, അതൊന്നും ചെയ്തില്ല അറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലാണ്ട് ഇപ്പോൾ വഴിയില്ല. ഫുൾ സ്ക്രിപ്റ്റ് ആണ്. അല്ല, ഫാത്തിമ മുടി കളർ ചെയ്തത് PSC എടുത്ത് പോകും. എന്ത് തരം സ്ക്രിപ്റ്റുകൾ ആണെങ്കിലും ഫാത്തിമ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. ആദ്യം അക്ഷയ വേണം, പിന്നെ നമ്മൾ ഇന്റർവ്യൂ ഉണ്ട്, എല്ലാരും വട്ടത്തിലിരുന്ന് നടുവിലിരിക്കണം. സഹിക്കാൻ പറ്റും, എത്ര നേരം സഹിച്ചിരിക്കും. അതിന് കഴിച്ചില്ലാവല്ലേ ലോ ക്ലാസ് ക്ലബിന്റെ തലവനാണ് ഹർഷി. ഹർഷി വിചാരിക്കണം ഞാൻ ഹർഷിയാണ് മീഡിയ ലോ ക്ലാസിന്റെ ടക്കി സൈഡ് കാര്യം. അല്ല, ഇടയ്ക്ക് ഞാൻ മറന്നു ബ്ലോഗാണെന്നുള്ളത്. രണ്ട് നല്ല വാക്ക് ഞാൻ പൊതുവെ അങ്ങനെ നല്ല വാക്ക് ചോദിക്കാൻ എടുത്ത് വരലില്ല. ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ സൈലന്റ് ആയിട്ട് പിടിക്കുകയുള്ളൂ. ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോൾ മൈക്ക് കണക്ട് ആവും എല്ലാ മൈക്കും കണക്ട് ആവും. അതിലല്ലേ തന്നെ നല്ല നോയ്സ് കിട്ടുമല്ലോ. കിട്ടും, ഇതും കിട്ടും. സോ നമ്മളിന്ന് ഗൈസ് ആയോ നമ്മളിന്ന് ഖത്തറിൽ പരിപാടിക്ക് വന്നിരിക്കുകയാണ്, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ. അപ്പം നമ്മൾ സൗണ്ട് ചെക്കിലാണ്. അപ്പോൾ എല്ലാവരും പരിപാടിക്ക് വരും. അതൊന്ന് അപ്ലോഡ് ആവോ? അപ്പോൾ എല്ലാവരും പരിപാടിക്ക് വരാം, നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാം. ഇതുവരെ ചെയ്തതിൽ വെച്ച് അല്ലേ ബിഗസ്റ്റ് ഷോ ഇല്ല, കുഴപ്പമില്ല. സോ we are expecting a good crowd here today and the weather is amazing. We are planning to play 11 men on the pitch. Actually Shivam Dubey comes in the place of Rinku Singh, so we are planning to keep up the same strategy we had in the last game, charge in and play. Actually we are the pitch is bit wet, but it's a batting pitch actually. So I think Shreyas, these guys, everybody, they have I think Shreyas and Shubman Gill can score some runs here. It's a nice pitch. We would like to play here. We would like to see what's incoming. So it's a good day. We'll try our level best. Thank you so much. അപ്പോൾ ഇത് വളരെ ഒരു സണ്ണി ഡേ ആണ്. ബാക്കി വിശേഷങ്ങൾ വരും സമയങ്ങളിൽ കാണാം. ഐജാസിയുടെ കൈ കഴിക്കുന്നു. കട്ട് ആരാധകർ Indonesia Canada. Okay then. Okay. ഷാനിന്റെ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി. നല്ല പൂട്ടിട്ട് പാനിക്കുന്ന പോലെ. ഫ്രണ്ട്സ് ഉണ്ട്.
അപ്പൊ നമ്മളോ അതാ ചൂടാണ് ഒറ്റ മിനിറ്റ്. ഹലോ. സോ പരിപാടിക്ക് പോകാൻ റെഡിയാവുകയാണ്. എൻ്റെ ഒരുവിധം പരിപാടികളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും വളരെ സിമ്പിളായിട്ടാണ് ഡ്രസ്സ് ചെയ്യാറ്. ലൈക്ക് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് അങ്ങനെയാണ്. അപ്പം എന്താ പറയുക, എനിക്കതാണ് കംഫർട്ട്. അപ്പോൾ ഈ പരിപാടിക്ക് പക്ഷേ നമുക്ക് അങ്ങനെ എപ്പോഴും പോകണ പോലെ പോകാൻ പറ്റില്ല, കാരണം വലിയൊരു ഷോ ആണ്. ലൈക്ക് നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും ഒരുവിധം വളരെ സിമ്പിളായിട്ടാണ് എപ്പോഴും പരിപാടിക്ക് ഡ്രസ്സ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ എല്ലാവരും ഒന്ന് സെറ്റപ്പായിട്ടൊക്കെ ചെയ്യുന്നൊരു കാരണം അത്രയും വലിയൊരു പരിപാടി ആയതുകൊണ്ട്. സോ എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് വൃത്തിയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇറ്റ്സ് ഫുള്ളി ഹാൻഡ് വർക്ക്ഡ്. നല്ല ഒരു ഷറാറയാണ് ഞാൻ എടുത്തത്. ഞാൻ ഈ ഡ്രസ്സ് ബൈ ദ വേ സിമലിൽ നിന്നാണ് എടുത്തത്. സിമൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേജാണ്. ഞാൻ പണ്ടോട്ടേ ഫോളോ ചെയ്യുന്നൊരു പേജാണ് സിമൽ. ഓൾസോ ഞാൻ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് ഇത് അങ്ങനെ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും. സോ ഞാൻ ജിമ്മലിൽ പോയിട്ട് ഒരു 10-20 ഡ്രസ്സ് ഫുള്ള് ഇട്ട് നോക്കിയിട്ട് ലാസ്റ്റ് എടുത്ത ഒരു ഡ്രസ്സാണിത്. ആൻഡ് ഐ കാൺട്ട് ടെൽ യു ഹൗ പ്രിറ്റി ദിസ് ഇസ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്തുള്ള കുറേ ഡ്രസ്സുകളുണ്ട് ഈ കളർ. ഒരു സീസണിൽ ഞാൻ ഈ കളർ മാത്രമേ ഇടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ സൗണ്ട് ചെക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ട് എല്ലാവരും ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല. പിന്നെ ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ വേഗം റെഡി ആയിട്ട് പോകണം. 1/2 hour മാത്രമേ നമുക്കുള്ളൂ പരിപാടിക്ക് പോകാൻ. ഞാനിപ്പോൾ ബാക്കി എനിക്ക് റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. മേക്കപ്പ് ട്യൂട്ടോറിയലൊന്നും എടുക്കാൻ എനിക്കറിയില്ല. ട്യൂട്ടോറിയൽ ചെയ്യണമില്ല എൻ്റെ ഒരു എനിവേസ്. അപ്പം ഞാൻ ബാക്കി റെഡി ആയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. Okay. Can you please? Yes, what should I do? It's on. Oh, vlog. How do I control this? Oh. This is nice, no? Yes. I think. It looks like your wedding, dude. It looks like you're gonna get married or something. അയ്യോ, ഇവിടെ നമ്മൾ കണ്ട ചെയ്യുന്നല്ലോ. But these pictures are so good. അതാ രസം ബെറ്റർ. ദിസ് ഇസ് നോട്ട്.
You got this? Is this yours? Yeah. For vlogs? Aju gifted me. Damn! Shout out to Aju, guys. Can I hit 100k on Instagram? Yeah, he got? I only slowly. Brown? No, not ground. 202. 2. ഞാൻ ആദ്യം ഈ ഒരു കളർ ആയിരുന്നു എടുത്തത്. അങ്ങനെ നമ്മൾ സെയിം ആയേനെ. അതെ, നമ്മളതിന് അത് ആലോചിച്ചില്ല. നമ്മൾക്ക് കളർ കോഡിനെ പറ്റി ആലോചിച്ചാൽ മതി. നമുക്ക് ഇൻഷാല്ല അങ്ങനെ ഒരു ഒരുമിച്ച് വരലുണ്ടെങ്കിൽ കളർ കോഡിനെ പറ്റി ആലോചിക്കും. ഇവിടെ തന്നെ 202 നമ്മൾ 202 പോണ്ടേ. ആ ഇവിടെ വരാനാ പറഞ്ഞേ. 202 വരാനാ ഗ്രൂപ്പിൽ പറഞ്ഞേ. നോക്കട്ടെ ഒരു മിനിറ്റ്. നീ സപ്പോർട്ടിന്റെ കയ്യിൽ ഫോട്ടോ എടുക്കട്ടെ ചേച്ചീന്റെ. ആ എടുത്തു. ഒരു ഉമ്മച്ചീന്റെ കരുതൽ ആണ് നമ്മൾ കാണുന്നത്. It's okay. നിങ്ങള് കളർ കോഡാണല്ലോ. നിങ്ങളെന്താ രണ്ടറ്റത്തിരി ഇതില് കിട്ടുന്നുണ്ട്. സ്ഥലത്ത് ഉപ്പച്ചീന്റെ അടുത്ത് ഉമ്മച്ചി നിന്നാല് അടുത്ത് ഇത് കിട്ടി. ഫോട്ടോ കിട്ടിയില്ലേ? ആണോ? നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ആ ഇതിന്റെ അകത്ത് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്നാ നല്ല ലൈറ്റ് ഉണ്ടോ കേട്ടോ. ആ കോർണറിൽ ചെയർ എടുക്കണോ? ആ കോർണറിലാണ്. ഓ അവൻ ചെയർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ ഇതിന്റെ അകത്ത് ഉണ്ട് എല്ലാരും. Nice, no? Yeah. One second. അതെ, ഇനി രാജ്ഞി ഇരിക്കട്ടെ, രാജാവ് നിൽക്കട്ടെ. ബൈ ബൈ. പയ്യെ പോവാം. അലൈഹിസ്സലാം. I think here. And? Can you? Jalakari, Maya Jalakari, Nilam Poti, Kannaluki, Kannali, Palaluki, Alapolaya, Karim Varanya. Unlikely. ബർഗർ. എടാ ഇത് സൂക്ഷിക്കണം കേട്ടോ, പാടുമ്പോ ഇതിന് തട്ടല്ലേ. ഇവിടെ കൊടുത്തു. അൺലൈക്ലി ഇന്ന് വെരി 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 എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മൾ ആ വണ്ടിയിലാ.
ചായയിൽ കയറി ഉമ്മച്ചി ഇപ്പൊ ചായയിൽ കയറി ഭയങ്കര ജനം ടെൻഷനാക്കി ഫുൾ ക്രൗഡ് ക്ലോസ് ചെയ്ത് മൊത്തം റോഡിൽ ബ്ലോക്ക്. When Hanan is coming entry, I will play the track. Yeah, I'm good. വളരെ വളരെ എക്സൈറ്റഡ്. കാരണം 15,000 20,000 ക്രൗഡ് എന്ന് പറയുന്നത് സംതിങ് വിച്ച് വി കനോട്ട് ഈവൻ ഇമാജിൻ. ഉഷാറായി പോട്ടെ. ഫ്രണ്ട് ഇരിക്കട്ടെ. ഇവിടെ ആരും എടുക്കണ്ടെന്നാണോ? എടുക്കണം. ആതാ എടുക്കണ്ടല്ലോ. എടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കുറ്റപ്പെടുത്തി. എൻ്റെ പേര് സഫേദ്. നമ്മുടെ ചാനൽ വർക്ക് ചെയ്യുന്നു, TV ചാനൽ അൽക്കാ സ്പോർട്സ് ചാനൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ബെഞ്ചമിൻ ബോയ്സിൻ്റെ ഒരു ഇവന്റ് ഇവിടെ നടത്തുന്നതിൽ വളരെ വളരെ സന്തോഷം. ബെഞ്ചമിൻ ബോയ്സിന്റെ ഫുൾ ടീമിലുള്ള ഒരാളാണ് അല്ലേ? അതെ, 4 മെമ്പേഴ്സിൽ ഒരാളാണ്. അപ്പൊ നമുക്ക് ഇനിയും വരും വഴിയെ കാണാം. ബെഞ്ചി ഫ്രം ബെഞ്ചമിൻ ബോയ്സ്. ചാലക്കാരി മായ ചാലക്കാരി നീ എന്നൂടാൻ കൊത്തി കണ്ടാൽ കണ്ണാൽ നോക്കി തന്നാൽ നീറി നിന്നാൽ പല നാൾ ഉരുകി പിന്നാൽ അല പോൽ അലയാൻ എന്നാൽ കഴിയും പറഞ്ഞാൽ സായി അഭ്യങ്കരന് അയച്ചു കൊടുക്കാം. ചിലപ്പോ റീമിക്സ് വെർഷൻ ഇറക്കിയാലോ? ആ ഗുളു ഗുളു സൗണ്ട് ഒന്നുണ്ട്. ഉണ്ടായിക്കോട്ടോ, ചെയ്തോ. അവിടെ കഴിഞ്ഞിട്ട് കേട്ടോ പഠിപ്പിച്ചു തന്നിട്ട് ബെഞ്ചി. എന്റെ സൗണ്ട് കുറവാന്നുള്ളൂ. എന്റെ പൈപ്പിൽ എന്റെ മറ്റേ കേടുന്ന പൈപ്പാ, ബെഞ്ചിന്റെ പ്രോപ്പർ പൈപ്പാണ്. 1 2 3 4. തമ്മിടി അങ്ങനെ നമ്മൾ ബീറ്റ് ബോക്സിൽ ഇറങ്ങാൻ ബാക്ക് സ്റ്റേജ് ആവണ്ടേ. ഐഡി കാർഡ് ആർട്ടിസ്റ്റ് എവിടെ? ഉമ്മയിപ്പാക്കിട്ടേക്ക് വേണ്ടേ? ഞാൻ ഉമ്മയിപ്പ എടുത്തു വന്നു വരും. നിങ്ങളൊക്കെ ഏതാ ആർട്ടിസ്റ്റ് ആണോ? ഞങ്ങള് ബാക്ക് സ്റ്റേജിലാണ്. എന്തായാലും എഴുതിക്കണേ? ഓ, ബാക്ക് സ്റ്റേജ് ആണല്ലേ നിങ്ങളൊക്കെ. നിങ്ങൾ പണ്ടേ ബാക്ക് ബെഞ്ചസ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസ്. ഞങ്ങൾ ആൾക്കാരുടെ ഷാറാക്കി മൊത്തം എല്ലാരും ഉഷാറാക്കി. ബെഞ്ചൊക്കെ ഞാൻ മാക്സിമം ലെവൽ ചെയ്ത് വെക്കും. പിന്നെ എന്റെ വോക്കല് കൂട്ടി വെക്കണം. ഇന്നിയേഴ്സിൽ ട്രാക്കും കുറച്ച് കൂട്ടി വെക്കണം. അത് പോയാ പോയി. നമ്മളിങ്ങോട്ട് ഹലോ എല്ലാരും കാണട്ടെ. ഓക്കെ, ഹൈ, ഹലോ. ഇവിടെ
റെഡി Get ready for entry. യെസ്. ഋഷിപ്രസാദ് ഓൾറെഡി വന്നു. വൻ വരവേൽപ്പായിരുന്നു.